മാർഗദർശനം പൊതുജനങ്ങളെ വെൽക്കം ടു അവർ ചാനൽ ജാണി വ്ലോഗ്. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശാർക്കര ദേവി ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ആദിപരാശക്തിയായ ശ്രീ ഭദ്രകാളിയാണ്. ചരിത്ര പ്രധാനമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ക്ഷേത്രമാണിത്. 1748 ഇവിടെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ പ്രസിദ്ധമായ കാളിയൂട്ട് ഉത്സവം ആദ്യമായി തുടങ്ങി. പ്രശസ്ത സിനിമാ താരമായിരുന്ന പ്രേം നസീർ ഇവിടെ ഒരിക്കൽ ആനയെ നടയിരുത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. നടക്കാൻ പോകുന്ന തൂക്കം നമ്പർ 145. വഴിപാട് സമർപ്പണം ശശിധരൻ ശിവവിലാസം പറയത്തുകോണം കിഴുവിന്. തൂക്കുവില്ലേറുന്നത് ആരോമൽ ഇതും ജ്ഞാനപ്രകാശിനിയുടെ മറ്റ് വഴിപാടുകളെന്നാലും പിന്നെ തൂക്കം. ഇപ്പോൾ നടക്കുന്ന തൂക്കം നമ്പർ 100 ലക്ഷ്മി ഭവൻ കൊട്ടാരക്കര. തൂക്കവില്ലേറുന്നത് രതി. ഇത് ഗഡം കാലങ്ങളെ കടന്നു കാണുവാൻ കഴിയും. ഭാരതത്തിൽ
കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള പ്രധാന പാതയായ പെരുവഴിയിലാണ് ശാർക്കര ദേശം സ്ഥിതി ചെയ്യുന്നത്. അതുവഴി കടന്നുപോകുന്ന വഴിയാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിനായി പണ്ട് വഴിയമ്പലങ്ങൾ ഉണ്ടായിരുന്നു. ആലങ്ങാട്ട്, ചെമ്പകശ്ശേരി എന്നിവിടങ്ങളിലേക്കുള്ള ശർക്കര വ്യാപാരികൾ സ്ഥിരമായി തിരുവിതാംകൂറിലേക്ക് പോയിരുന്നത് ശാർക്കര വഴിയായിരുന്നു. ഇവിടുത്തെ പൂജാവിധികൾ രാവിലെ 4 മണി മുതൽ തുടങ്ങുന്നതാണ്. മധ്യ കേരള ജില്ലകളിലെ ചില കാളീക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് ഗരുഡൻ തൂക്കം. ഗരുഡന്റെ വേഷം ധരിച്ചവരാണ് നൃത്തം ചെയ്യുന്നത്. നൃത്ത പ്രകടനത്തിന് ശേഷം തൂങ്ങിക്കിടക്കുന്ന നിയുക്ത തണ്ടിൽ നിന്ന് പുറകിൽ ചർമ്മം കൊളുത്തുന്നു. ചില സ്ഥലങ്ങളിൽ കാളവണ്ടികളിലോ വള്ളങ്ങളിലോ കൈകൊണ്ട് വലിക്കുന്ന വണ്ടികളിലോ ഘോഷയാത്രയിൽ കൊണ്ടുപോകുന്ന ഗരുഡനെ വർണ്ണാഭമായി നടത്തുന്നു. ദാരികയെ വധിച്ചതിനു ശേഷവും കാളി തൃപ്തനാവാതെ ദാഹിച്ചുവെന്നാണ് ഐതിഹ്യം. ഈ സമയം വിഷ്ണു ദാഹം ശമിപ്പിക്കാൻ ഗരുഡനെ കാളിയുടെ അടുത്തേക്ക് അയച്ചു. നൃത്തം ചെയ്ത് രക്തം വാർന്ന ഗരുഡനെ കാളിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഈ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് ആചാരം നടത്തുന്നത്. കാളി ദേവിയുടെ വസതിയിൽ പരിഹരിച്ച പ്രശ്നങ്ങൾക്കുള്ള പ്രതിഫലമായാണ് ഗരുഡൻ തൂക്കം സമർപ്പിക്കുന്നത്. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ വടയാറിലെ ഇളങ്കാവ് ദേവീക്ഷേത്രത്തിൽ പ്രസിദ്ധമായ ഗരുഡൻ തൂക്കം. ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം. വഴിപാട് സമർപ്പണം സംഭവം പുതൻമലവേലി തെന്നൂർകോണം മുഴുവൻ തൂക്കത്തിന്റെ അനന്തം